ഏയ് അതെ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ പെർമിറ്റ് ഉള്ളവർ മാത്രം ദ്വീപിലേക്ക് ഇറങ്ങിയാൽ മതി. അല്ലാത്തവരൊക്കെ ഷിപ്പിലേക്ക് തിരിച്ചു പോക്കോളണം. ബോട്ട് ലേശം കൂടി വൈറ്റ്. ഇങ്ങനെ വാ, ഇങ്ങനെ പെർമിറ്റ്. മേലേക്ക് പോ. അവിടെ കാണിക്ക്. അങ്ങ് പെർമിറ്റ് എടുക്കും. ഒരു മിനിറ്റ്. സോറി. താങ്ക് യു. എൻ്റെ പേഴ്സാ. നല്ല ചൂടല്ലേ? ജെമിനി ലാസ്റ്റ് ഡേയാ. കിട്ടി നേവിക്കാരന്. അയ്യോ, അതിന്റെ പഴയ ID കാർഡാണ്. സാറിന്റെ ID കണ്ട് നീ മിണ്ടരുത്. സെർച്ച് ഈസ് ബാക്ക് കംപ്ലീറ്റ്. സെർച്ച്. ഇതെന്താ ഇന്ത്യയുടെ ഭാഗമല്ലേ? നേവിയെ പോലീസ് പിടിക്കും. ഇത് ഞാൻ പങ്കെടുത്ത കുറച്ച് റിയാലിറ്റി ഷോസിന്റെ എപ്പിസോഡ്സാ. റിയാലിറ്റി ഷോയാ? എന്റെ പ്രൈവസിയിൽ കൈകടത്തരുത്. ഇത് എവിടുത്തെ ന്യായമാണ്? സമീറ, കംപ്ലീറ്റ് ഗ്രാച്ച് നോക്ക്. ചന്ദ്രു സാറല്ലേ? സ്പോർട്സിലൊക്കെ ഡെപ്യൂട്ടേഷൻ വന്ന ആളാണ്ടോ? പുതിയ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ. അതെ. സോറി, ഇറ്റ്സ് ഓക്കെ. ഷിപ്പിലെ പെർമിറ്റ്. ഞാൻ സ്പോർട്സ് സെക്രട്ടറി ആറ്റക്കോയ. നമസ്കാരം. പെർമിറ്റ് ഇഷ്യൂ ചെയ്യാൻ ഷിപ്പിലെ വെൽഫെയർ ഓഫീസർക്ക് എന്താണ് അതോറിറ്റി? ഇയാളെ വേഗം പരിശോധിക്കും. പിടിക്കാവനെ. അവള് രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. രക്ഷപ്പെട്ടാ ദ്വീപിന് കുഴപ്പമാണ്. എങ്ങനെയാ പിടിക്കണം? സാറേ, സാറേ, താങ്ങല്ല. പിടി സമീർ. യൂണിഫോം നനഞ്ഞാൽ ഏതെങ്കില്ല തുള്ളി ഫുടി. ഇത് ഭയങ്കര അടിയൊക്കെയുള്ള അതാവാണ്. நம்ம நேரத்தை பிடிச்ச ஆள் அது. You are right. Anyway, thank you, sir. ഇതൊരു സെക്യൂരിറ്റി എക്സർസൈസ് ആയിരുന്നു. ഐ മീൻ മോക്ക് ഡ്രിൽ. ആക്ച്വലി താങ്കളുടെ നേവിയുടെ ID കാർഡ് ഉണ്ടല്ലോ, അത് കണ്ടതുകൊണ്ടാണ് സംശയിച്ചത്. അതിന്റെ പഴയ ID കാർഡാ. നേവി ഞാൻ ഡിസ്ചാർജ് വാങ്ങി പോന്നിട്ട് കൊല്ലം 11 കഴിഞ്ഞു. Anyway, I'm Jama. ശാന്തനു. വെൽക്കം ടു കവരത്തി. താങ്ക് യു. ഓക്കെ. അല്ല, എന്റെ ഷൂ ഞാൻ. താങ്ക് യു. കൊല്ലത്തിൽ 2 തവണ ഇതുള്ളതാ. സെക്യൂരിറ്റി എക്സസൈസ്. പേര് ജെമിനി. 24 മണിക്കൂറാണ് പരിപാടി. നേവിക്കാർക്കും കോസ്റ്റ് ഗാർഡുകാർക്കുമാണ് ടെററിസ്റ്റുകളുടെ റോൾ. ഈ സമയത്തിനുള്ളിൽ നേരത്തെ തീരുമാനിച്ച 3-4 സ്ഥലങ്ങളിൽ അവർ ഡമ്മി ബോംബ് കൊണ്ടുപോയി വെക്കണം. അത് വെപ്പിക്കാതെ പോലീസുകാർ അവരെ കയറി പിടിക്കും. സാർ ഇപ്പൊ പിടിച്ചു കൊടുത്തത് ഒരു നേവിക്കാരനെ. നേരത്തെ എത്തിയോ? ഇല്ല, യാത്ര നന്നായിരുന്നു. താങ്ക് യു. സാറേ, ഒന്ന് പിടിച്ചു. ഹലോ. ഇൻസ്ട്രക്ടറെ, ഒരു ഭരതവാടിനുള്ള മരുന്നുണ്ടല്ലോ കയ്യില്. എന്തായിരുന്നു അഭിനയം? പേടിച്ച് വിറച്ച്. എന്ത് മരുന്ന് കയ്യിലുണ്ടെങ്കിലും കടലിനെ പേടിക്കണം. ഹേയ്, ഡോക്ടർക്ക് കടലിലൊന്നും പേടിയില്ല. ഒരു ചെറിയ ഫിഷിംഗ് ബോട്ടിൽ 90 ഡിഗ്രി ചാനൽ കടന്ന് സുഖാരി ദ്വീപിൽ പോയാളാ. ഇവിടെ ഇപ്പൊ മെഡിക്കൽ സൂപ്പറിന്റെ ചാർജ് ഡോക്ടർക്കാ. ഡോക്ടർ ഷെറിൻ. ഹായ്.
കേറ് സാറേ. ഈ നിറഞ്ഞൊക്കെ ഒന്ന് മാറണല്ലോ കോയ. നമ്മൾ കോട്ടയത്തിലേക്കല്ലേ പോണത്? ഈ കോട്ടേജ് ഇവിടെ അടുത്താ? ഇവിടെ എല്ലാ സ്ഥലവും അടുത്താ സാറേ. ബൈക്കിൽ കറങ്ങിയാൽ 1/2 മണിക്കൂർ. അത്രയേ ഉള്ളൂ കവരത്തി ദ്വീപിന്റെ വലിപ്പം. കവരത്തി കപ്പലിലേക്ക് കയറാനുള്ള എല്ലാ പാസഞ്ചറും ജെട്ടിയുടെ ഇല്ല തീനയില്ല ലേശം ബാക്കി. ഷാജാൻ സാറിന് പെർമിറ്റ് എന്നാ? അതെല്ലാം ഓക്കെ ആയിപ്പൻ. വാ സാറേ, ഈ പ്രമാണിമാരൊക്കെ ഒന്ന് പരിചയപ്പെട്ടേക്ക്. ഇതെല്ലാം പുഷ്പയുടെ മക്കളാ. പുഷ്പ ഇവിടുത്തെ ഒരു ക്ലബാണ് പുഷ്പ. ആ, ഇത് ചന്ദ്രു സാറ്, പുതിയ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ. സാറിന്റെ ഷിപ്പിൽ നിന്ന് ചാടി നീന്തിയ. അതെനിക്കൊരു അബദ്ധം പറ്റിയതായി. നേവി സാർ വന്ന പാടുങ്ങളിൽ ജമുനക്ക് തലം വെച്ച് കൊടുത്ത് കടലിലേക്ക് ചാടി. ഒരു നേവിക്കാരനെയാണ്ടോ പിടിച്ചു കൊടുത്തത്. ഇത് ഹുസൈൻ, സ്രാവ് നിന്റെ വാപ്പ. ഫിഷറീസ് ഓഫീസറാണ്. ഇത് മൊഹസിൻ, പഞ്ചായത്ത് മെമ്പർ. മൊയ്തീൻ, സക്കറിയ, അക്ബർ, മീൻപിടുത്തവും രാഷ്ട്രീയം തന്നെ. ഹലോ പോയാ ഓ രാജു സാറേ, നിങ്ങളുടെ കരയെന്നുള്ള ആളാ. സ്പോർട്സിൽ ഡെപ്യൂട്ടേഷൻ. സൗണ്ട് അങ്ങനെ കൊള്ളാമോ? മോശമില്ല, ഒരു 1000 രൂപയ്ക്ക് ബില്ല് എഴുതിക്കളാം. ഇവിടെ ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രോഗ്രാം ഡയറക്ടറാണ്. കോൺട്രാക്ട് ബേസിൽ അനൗൺസർ ആയിട്ട് ഞങ്ങളുടെയൊക്കെ പേരിൽ ബില്ല് എഴുതും. എന്നിട്ട് പുള്ളി തന്നെ ശബ്ദം മാറ്റി മറിച്ചും അനൗൺസ് ചെയ്ത് കാശ് അടിച്ചു മാറ്റും. അതേടാ, അടിച്ചു മാറ്റിയ കാശുകൊണ്ട് ഞാൻ 4 കപ്പൽ വാങ്ങിയിട്ടുണ്ട്. ഹായ് രാജീവ്. ഹലോ, ശാന്തനു. എങ്ങനെ? ശാന്തനു, ചന്തു എന്ന് വിളിക്കും. ആഹാ, ശബ്ദം കൊള്ളാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പണി തരും. ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അപ്പൊ ആറ്റത്തെ പോയി സാറിനെ സെറ്റിലേക്ക് വെച്ചുമ്പോ ഓ പോവാ. ശരി എന്നാ. ഇവിടെ എല്ലാരും ചേറ്റുവ ഷാജഹാന്റെ ഫാൻസ് ആണല്ലേ? യേശുദാസൊക്കെ ഔട്ടായില്ല സാറ്. ഇപ്പൊ ചേറ്റുവ ഷാജഹാനാണ് ലീഡിങ്. ആലിക്കുട്ടി, ഇന്നതും പരിപാടിയില്ലേ? സരി, വെള്ളം വന്ന ബലവിടുവാ പോകണം. നാടും കൂടെ വേണ്ട. ഓക്കെ. ഇവിടുത്തെ ഭാഷ കൊള്ളാം. ഭാഷ മലയാളം തന്നെ. ദ്വീപുകാർ തമ്മി പറയുമ്പോ ഇതാണ് ഭാഷ. തമിഴ്, മലയാളം, കുറച്ച് അറബി എല്ലാം കൂടി ഒരു മിക്സ്. ജെസറി ഇത് പറയും. ജെസറി. കരയിൽ ജീവിച്ചവർക്ക് ഇവിടെ തങ്ങാൻ വലിയ പാടാണ് സാറ്. ഒരു അത്യാവശ്യം വന്നാൽ കിണിഞ്ഞ് ഷിപ്പ് വരണതും പോണതെല്ലാം പഠിച്ചവന്റെ ഷെഡ്യൂൾ അനുസരിച്ച. അല്ല സാറെന്ത് ഇങ്ങോട്ട് തന്നെ പോരാൻ? അതും പടച്ചോന്റെ ഷെഡ്യൂളാണ് നിങ്ങൾ വെക്കാകോയ. എന്തേ ലക്ഷദ്വീപ് എന്നുള്ളത് പണ്ടാരെ തട്ടിവിട്ട ബടായാണ് സാർ. ആകെ 10-30 ദ്വീപാണ്ടുണ്ട്. അതിൽ 10 എണ്ണത്തിലേ ആൾ താമസമുള്ളൂ. ഒരു ദ്വീപിൽ നിന്ന് അടുത്തതിലേക്ക് കപ്പലിൽ പോകേണ്ട ദൂരം ഉണ്ടെന്ന് മാത്രം. ചേർമാൻ പെരുമാള് മതം മാറി. ചേർമാൻ പെരുമാള് കേട്ടിട്ടില്ലേ? ഇല്ല. അയ്യോ, ഒരു പഴയ രാജാവ് കേരളത്തിലെ. ആ പെരുമാള്. 1000 കൊല്ലം മുമ്പത്തെ കഥയാണ്. പെരുമാള് മതം മാറി മക്കയ്ക്ക് പോയപ്പോ ഇഷ്ടക്കൂടലുള്ള മലബാറിലെ ചില അസ്മാദികള് പുള്ളിക്കാരനെ പായ്ക്കപ്പലി അന്വേഷിച്ചു പോയി. തിരികെ കൊണ്ടുവരാൻ കടലിൽ കടന്ന് നട്ടം തിരിഞ്ഞ് അവരിതിലേതോ ദ്വീപി വന്ന് കയറി. അങ്ങനെയാണ് ഇവിടെ ആൾതാമസം ഉണ്ടായെന്നാണ് ഒരു കഥ. അത് ശരി. പെരുമാള് മതം മാറിയതുകൊണ്ടോ എന്തോ ദ്വീപുകാരെല്ലാം ഇസ്ലാമികളാ. എന്തായി കുട്ടി കൊടുക്കുന്നത്? സിനിമയുടെ നോട്ടീസാ? സിനിമയാ? സിനിമ കാണണമെങ്കിൽ നമുക്കൊരു 300 കിലോമീറ്റർ പോണം സാറ്, കൊച്ചി വരെ. ഇവിടെ സിനിമ കാണുന്നൊക്കെ TV-യിലാ. ഇതാണ് സാറിന്റെ കോട്ടേജ്. എങ്ങനെയുണ്ട് സ്ഥലം? ഇതല്ലേ സ്ഥലം? സാറിന്റെ ഫാമിലി? ഞങ്ങൾ പിരിഞ്ഞു താമസിക്കുക കോയ. അയ്യോ, അതെന്ത് പറ്റി സാർ? ഒന്നും പറ്റിയതല്ല കോയ. കല്യാണം കഴിഞ്ഞാലല്ലേ ഒരുമിച്ച് താമസിക്കാൻ പറ്റൂ. അങ്ങനെ ആട്ടെ, ആളിപ്പോ എവിടെ ഉണ്ട്? നാട്ടിലാ? ആ, ഏതോ ഒരു നാട്ടിൽ. ദുവ നോട്ടീസ് എല്ലാം കൊടുത്തു ഫേട്ടാ. എന്റെ അനുജത്തിയാണ് ദുവ. ചന്ദ്രു സാർ, പുതിയ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ. ആ, നീ പോകൈ, ഞാൻ കൂടെ വേണ്ട. నాకు హవాపడ మూతపకు తూష్పేప പോകണം. എനിക്ക് ഹവാപട മൂത്തപ്പക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോണം. 5 മിനിറ്റ് നിൽക്ക്, ഞാൻ സാറ് സെറ്റിൽ ആക്കിയിട്ട് വരാം. നേഴ്സാ? MBBS പഠിച്ചതാ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ നിർത്തി. അയ്യോ, അതെന്ത് പറ്റി? അത് പിന്നെ പോക്കൊരു ദീനം വന്നിട്ട് പഠിപ്പ് അങ്ങോട്ട് നിർത്തി. സാർ വാ. ഇതിന് വലിയ അടച്ചുറപ്പൊന്നും ഇല്ലല്ലോ കോയ. സാധനങ്ങളൊക്കെ വിശ്വസിച്ചതിനകത്ത് വെച്ചിട്ട് പോവാം. എന്റെ സാറ്, കരയിലുള്ള പലതും ഇവിടെ ഇല്ല. മോഷണം, നായ, മദ്യം, പാമ്പ്, ആത്മഹത്യ. കൊള്ളാലോ. സിനിമയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ.
ബൈക്ക് ഇവിടെ വെക്കുന്നുണ്ട്, സ്പോർട്സ് കൗൺസിലിന്റെ. അല്ല, ഇതിനൊരു ഹെൽമെറ്റ് വേണ്ടേ? 5 അടി വീതിയുള്ള റോഡും 15 കിലോമീറ്റർ സ്പീഡും. ഇവിടെ ആരെങ്കിലും ഹെൽമെറ്റ് ഒന്നും ഇല്ല സാറേ. എന്നാ ഓക്കെ. ഒരു പ്രേമം തുടങ്ങാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. പക്ഷെ ഇതുപോലെ അസ്ഥിക്ക് പിടിക്കണേന് കാര്യമായിട്ടൊരു കാരണം വേണം. ഈ പറഞ്ഞതിൽ അതിന് മാത്രം എന്താടാ ഉള്ളത്? ഇതുവരെ പറഞ്ഞതിലൊന്നുമില്ല. അതുണ്ടായത് പിന്നീടാണ്. സക്രിയ, It's a childish prank that has spoiled this man's career and life. नहीं ना यार अंकल, ऐसा नहीं है. I'm serious about this. I'm serious about him. Serious? You're only 15. You're not matured enough to take a serious decision about this. That's what the law says. ഇവൾക്ക് ഇവളെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്തത് അപ്രായം. സീരിയസ് ആണത്രേ. 5 കൊല്ലം കഴിഞ്ഞ് ഇവളോട് ഇതേക്കുറിച്ച് ചോദിച്ചാൽ ഇവള് തന്നെ ചിരിക്കും. Do you think so? Five years. ठीक है. After 5 years, I will show you. I will convince you. All of you. ഒരു 15-കാരിയുടെ വാശിയേറിയുള്ളൊരു വെല്ലുവിളി. അപ്പോൾ അത്രേ കരുതിയിരുന്നുള്ളൂ. പക്ഷേ പ്രതീക്ഷയില്ലാത്തൊരു പ്രതീക്ഷ എവിടെയോ കിടന്നിരുന്നു. എന്നിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് അവള് റെസ്പോണ്ട് ചെയ്താ? എങ്ങനെ? ഒരു ബോംബ് പൊട്ടിക്കുന്ന പോലെ. പാവം കുറെ ആയിപ്പെങ്ങില്ലേ കിടന്ന് പടച്ചു വന്നെ ബീലി പന്നാക്കി. ആ, നിങ്ങൾ ബാക്കി പറഞ്ഞു. എന്നല്ല കൂടപ്പടി നമ്മ ദുവാ. ദുബായാ? ഇത് ചതിയല്ല റബ്ബേ. വണ്ടി വിട്. ഓളെ വിടായല്ല. ഓള് പോകും ഇപ്രാവശ്യം. എന്താ കോയ പ്രശ്നം? പ്രശ്നോ? നിങ്ങളെ പോലുള്ള ആളുകളാണ് ഈ വക മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്നത്. മനുഷ്യന്റെ മനസ്സമാധാനം കളയൽ, പ്രേമം മണ്ണാങ്കട്ടന്മാരും വന്നോളൂ. നീ വണ്ടി വേഗം വിട്. നിന്റെ ഫീമെയിൽ വേഷനാ ദുവാ, കോയയുടെ പെങ്ങള്. മെഡിക്കൽ കോളേജിൽ വെച്ച് ആ കുട്ടി ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലായി. അതറിഞ്ഞ കോയ വെക്കേഷൻ ഒന്നും ആ കൊച്ചിനെ പിന്നെ തിരിച്ചു വിട്ടില്ല. 2 കൊല്ലായി. 1-2 പ്രാവശ്യം കോയയുടെ കണ്ണു വെട്ടിച്ചവള് ഷിപ്പിൽ കയറിയതാ. അപ്പോഴല്ലേ ഇതുപോലെ ഏതെങ്കിലും നാറുകൾ പോയി ഒറ്റി കൊടുക്കും, കോയ പോയി തിരിച്ചു വിളിച്ചുകൊണ്ടുവരികയും ചെയ്യും. അതെന്താ? ആ പയ്യൻ മുസ്ലിം അല്ലേ? അതൊന്നുമല്ലടാ പ്രശ്നം. അവള് പോയവൻ ആറ്റക്കോയ്ക്ക് ആരുമില്ല. ഈ ദ്വീപിലൊരു പയ്യനാവുമ്പോ അതേ ഈ പടപ്പൊക്കെ. എന്ന് വെച്ച് അവൾക്ക് അവിടെ ഇഷ്ടം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? ഓ, വർഗസ്നേഹം. ഒന്ന് പിടിക്കട്ടെ, നമുക്ക് വട്ടം വെച്ച് കോയ തടഞ്ഞാലോ? ചവിട്ടി കയറ്റി തരും ഞാൻ. ഇവിടെ നാട്ടുകാരുടെ കാര്യത്തിൽ ഇടപെട്ട് എനിക്ക് തല്ലുപിടിച്ചു തരാനാണോ? അവൾക്ക് യോഗ ഉണ്ടെങ്കിൽ അവള് പോക്കോളും.
പാവം. ആര്? നീ തന്നെ. ആ നീ എത്തിയിട്ട് വിളിക്കടാ. ഓക്കെ ഏട്ടാ എത്തിയിട്ട് വിളിക്കാം. എന്തുകൊണ്ടാണിത് പൊങ്ങാത്തത്? ഡോക്ടർ ഒരു നല്ല കാര്യമാണ് ചെയ്തത്. ഇഷ്ടമുള്ളവർ ഒന്നിക്കുന്നത് കഥയിലും മറ്റുള്ളവരുടെ കാര്യത്തിലും എല്ലാവർക്കും ഇഷ്ടമാണ്. അയാളെ വരുന്നതിന് മുമ്പ് ഒന്ന് എടുത്തോണ്ട് പോകാൻ പറ രാജീവേ. ഹലോ, എന്ത് താമസം? പൊക്കൂടെ? ഒരു നേവി സ്റ്റാഫ് കൊച്ചിക്കുണ്ട്, ഇപ്പോൾ വരും. See, this is an air ambulance. I'm the medical superintendent and I certified the evacuation. Patient can't wait for any Navy staff. Don't worry, ma'am. It's only a matter of 5 minutes. We will make it up in flight. How can you say? ഡോക്ടറെ, മുടിയാനായിട്ട് അവന്റെ അമ്മനെ കെട്ടിക്കാൻ ഇല്ലാതവനാണോ വരുന്നു? ഒരു അഫയറിന്റെ തീ പുറകിൽ എവിടെയോ ഉണ്ടല്ലോ ഡോക്ടറെ. ആ ഉണ്ട്. ആർക്കാതില്ലാത്തത്? പേടിക്കൊണ്ട, ഞാൻ വരാം. ആറ്റിട്ടേ അതാ ഉള്ളു. മോളെ ജീസസ്. ദുവാ ആറ്റട്ടെ സ്റ്റോപ്പ്. ഇങ്ങനെ ദുവാ ഇന്നമി മോളെ ബാ മോളെ ബാ ബാ ഇതൊന്നും ശരിയാക. നീ ഇളിഞ്ഞ് ബന്നോടാ മോളെ ബാ. നീ പോയ പിന്നെ ഈ മൂത്ത ഉണ്ടാക. എന്നെ മൂത്തോനെ ഇങ്ങനെ നീ ഇളിഞ്ഞ് ബന്നോടാ. ബാ ബാ മോളെ. നീ അതിനവൾക്ക് ആയിക്കോട്ടെ. എന്താ ഡോക്ടറെ, എന്തേലും കൊണ്ടുപോകണോ? മരുന്നോ മറ്റോ? ആ ഉണ്ട്. മരുന്ന് നിനക്കുള്ളത്. മാറങ്ങോട്ട്. ഡോക്ടർ ആള് കൊള്ളാലോ. കാണുന്ന പോലല്ല. അതിലും കുഴപ്പമാണോ? ചിലപ്പോഴൊക്കെ. ഹായ്. ആരത്? നേവിക്കാരൻ പയ്യനാ, ധീരജ്. അവനുമായിട്ടൊരു അടുപ്പം തുടങ്ങിയിട്ടുണ്ട്. നസീബിനെ കുറിച്ച് അറിയാൻ അതും ഒരു മാർഗമാണ്. ആ പയ്യൻ ഇന്നലെ ആറ്റക്കോയോട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതെ,